ആത്മാർത്ഥമായി പറയാണ്, ഇന്ന് കേരളത്തിൽ യുവത്വത്തെ ഏറ്റവും പോസിറ്റീവായി ഉപയോഗിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഈ ദേവാസമിതിയുടെ യുവത്വം. ISM, MSM തുടങ്ങിയുള്ള വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ഏറ്റവും പോസിറ്റീവായി എന്ന് ഞാൻ പറയും. എല്ലാ തിന്മകൾക്കെതിരാണ് ഈ കൂട്ടായ്മ. ഈ കൂട്ടായ്മ രൂപപ്പെടുന്നതിൽ അവരുടെ ഖുത്ബ വഹിച്ച പങ്ക് നിർണായകമാണ്. മലയാളക്കരയിൽ മലയാള മനോരമ സർവേ നടത്തി. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ആ സർവേയുടെ റിപ്പോർട്ട് എന്താണ്? ഏറ്റവും കൂടുതൽ മുജാഹിദ് മഹല്ലുകളിലാണ് താരതമ്യേന തിന്മ കുറവ് എന്നാണ്. താരതമ്യേന മുസ്ലിങ്ങൾക്കിടയിൽ തിന്മ കുറവ് എവിടെയാണ്? മുജാഹിദുകൾക്കിടയിലാണ്. എന്തുകൊണ്ട്? ഇത് വെറും വാക്കല്ല, വെറുതെ പറയുന്ന വാക്കല്ല, അല്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. മുജാഹിദ് ആകുന്നതോടുകൂടെ ഒരു യുവാവ് വേറെ ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനയുടെ മെമ്പറാവുക, അവിടെ പ്രവർത്തിക്കുക, അതിനിടയിൽ മാതൃഭാഷ ഖുതുബ കേൾക്കാൻ അവസരം ഉണ്ടാവുക, ഹുസൈൻ സൽവിയുടെ നല്ലൊരു പ്രസംഗം കേൾക്കാൻ അവസരം ഉണ്ടാവുക, വേറെ ഏതെങ്കിലുമൊക്കെ പണ്ഡിതന്മാരുടെ പ്രസംഗം കേൾക്കാൻ അവസരം ഉണ്ടാവുക. അറബ് രാജ്യത്ത് അറിയാതെ വിസ കിട്ടി ഷാർജയിൽ ചെന്നപ്പോ, അതുപോലെ ദുബായിൽ ചെന്നപ്പോ, റാസറൈമയിൽ ചെന്നപ്പോ, അജ്മാലിൽ ചെന്നപ്പോ, ഇങ്ങനെ ഒരു മലയാള ഖുതുബ എടുക്കണ്ടേ, നമുക്ക് പോകാന്ന് പറഞ്ഞപ്പോ അങ്ങനെ പോയി ഖുതുബ കേട്ട് അത് ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടായി. താടി വെച്ചു, നര്യാണിയുടെ മേലെ തുണിയെടുത്തു, അള്ളാഹുവിന്റെ നാമത്തിൽ നിസ്കരിച്ചു, നിസ്കാര ടൈം ഉണ്ടായി, കുടുംബത്തിൽ മാറ്റം ഉണ്ടായി. ഈ മാറ്റം എങ്ങനെ ഉണ്ടായത്? ഈ മാറ്റം എന്തുകൊണ്ട് അറബിയിൽ ഖുതുബ എടുക്കുന്നിടത്ത് ഉണ്ടാകുന്നില്ല? വളരെ വിനയത്തോടെ ഞാൻ ചോദിക്കണം, എന്തുകൊണ്ട് ഉണ്ടാവണില്ല? നമ്മുടെ കേരളത്തിലെ ഏറ്റവും ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് അറബി ഭാഷയിൽ ഖുതുബ നടക്കുന്ന അപകടത്തെ കുറിച്ച് കേരളം ചർച്ച ചെയ്യണം. ഈ ഉമ്മത്തിനെ ഒന്നിച്ചു കിട്ടുക. നിങ്ങളൊരു ഖുതുബയുടെ പ്രത്യേകത ആലോചിച്ചിട്ടുണ്ടോ? നോട്ടീസ് അടിക്കണ്ട, പബ്ലിസിറ്റി വേണ്ട, അനൗൺസ്മെന്റ് വേണ്ട, മെസ്സേജ് വേണ്ട, വാട്സപ്പിൽ വിവരം അറിയിക്കണ്ട, ഖത്തീബിന്റെ പേര് കൊടുക്കണ്ട. എല്ലാരും സ്വമേധയാ വരുന്ന, ഉസ്താദി എന്ത് പറഞ്ഞാലും തൊണ്ട തൊടാതെ കേൾക്കുന്ന, മറിച്ചൊരു വാക്ക് പറയാത്ത, മറ്റെന്തിനേക്കാളും ശ്രദ്ധിക്കുന്ന, മൂത്രയിക്കാൻ പോലും എഴുന്നേറ്റ് പോകാതെ ഇരിക്കുന്ന, അല്ലേ? എന്തൊക്കെ കാര്യം അങ്ങനെ ഇരുന്നിട്ടാണ് കേൾക്കുകയാണ് അറബിയിലൊക്കെ ഖുതുബ, അല്ലേ? എന്നിട്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോ നമ്മള് ചെറുപ്പക്കാരെ വിളിച്ചിട്ട് കൈ കൊടുത്തിട്ട് ചോദിക്കും, ഇന്ന് എന്തായിരുന്നു ഉസ്താദിന്റെ ഖുതുബ? അവൻ പറയും, തമാശയായിട്ടും പറയും, ഉസ്താദിന് എന്നെ തിരിഞ്ഞിട്ടില്ല. പിന്നെ എനിക്ക് ഈ ഖുതുബ നടത്തിയ ഉസ്താദിന് തന്നെ ഈ കാര്യം തിരിഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കണേ, ഈ ചടങ്ങ് എന്തിനാ? ഒരു വളരെ പ്രധാനമായ ഒരു പോയിന്റ് ഞാൻ എല്ലാവർക്കും മനസ്സിലാകുന്ന വെച്ച് ചർച്ച ചെയ്തോട്ടെ. നിസ്കാരത്തെ പറ്റി അല്ല പറഞ്ഞപ്പോ ഒരു കാര്യം പറഞ്ഞു. നിസ്കാരം കൊണ്ട് എന്താ ഗുണം? നിസ്കാരം കൊണ്ട് എന്താ ഗുണം? എല്ലാരും ആലോചിക്കണേ. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. അതാണ് നിസ്കാരം കൊണ്ടുള്ള ഗുണം. ലേ ഖുർആനിലെ 29-ാം അധ്യായം 45-ാമത്തെ വാചകം. അതിൽ അല്ലാഹ് പറയുന്നത് എന്താ? വെറുക്കപ്പെട്ടതും നികൃഷ്ടവുമായ കാര്യത്തിൽ നിന്ന് നിസ്കാരം മനുഷ്യനെ നന്നാക്കുന്നു. അല്ലേ? നമസ്കരിക്കുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? ഒരു ഒഴുകിപ്പോകുന്ന പുഴയിൽ ഒരാള് 5 തവണ കുളിച്ചാൽ അയാളുടെ ശരീരത്തിൽ അഴുക്കുണ്ടാവോ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ഉണ്ടാവൂല. അതുപോലെ 5 വരെ കൃത്യമായിട്ട് നിസ്കരിക്കുന്നവന്റെ മനസ്സിൽ മാലിന്യം ഉണ്ടാവൂല, കാപട്യം ഉണ്ടാവൂല, തോന്നിയാസം ഉണ്ടാവൂല. നിസ്കരിക്കുന്തോറും വെറുക്കപ്പെട്ടതിൽ നിന്ന് അവൻ രക്ഷപ്പെടും. അപ്പൊ നിസ്കാരത്തിന്റെ റിസൾട്ട് എന്താ? വെറുക്കപ്പെട്ട നികൃഷ്ടമായ കാര്യങ്ങളിൽ നിന്ന് മനുഷ്യർ മോചിതരാകുന്നു എന്നുള്ളതാണ് നിസ്കാരത്തിന്റെ റിസൾട്ട്. നോമ്പിനെ പറ്റി അല്ലാഹ് പറഞ്ഞപ്പോ എന്താ പറഞ്ഞേ? 2-ാം അധ്യായം 183-ാമത്തെ വചനം, ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ സൂക്ഷ്മത പാലിക്കാനാണ് നോമ്പ് നിങ്ങൾക്ക് തഖ്വയുണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. അല്ലേ? സകാത്തിനെ പറ്റി പറഞ്ഞപ്പോ എന്താ പറഞ്ഞേ? ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ. സൂറത്ത് തൗബയിലെ 103-ാമത്തെ വചനം. ഖുദ് മിൻ അംവാലിഹിം, അവരിൽ നിന്ന് ധനം ശേഖരിക്കുക, തുതഹിറുഹും വതുസക്കീഹിം ബിഹാ, അവരുടെ സമ്പത്തിൽ അഭിവൃദ്ധി ഉണ്ടാക്ക്, പരിശുദ്ധത ഉണ്ടാക്ക്, അവരെ സംസ്കരിക്കീ എന്ന് അല്ലാഹ് പറയുന്നു. അപ്പൊ സക്കാത്ത് കൊണ്ട് ആത്മശുദ്ധി ഉണ്ടാകുന്നു എന്ന് അല്ലാഹു പറയുന്നു. ഇനി ഉംറയും ഹജ്ജോ? ഉമ്മ പ്രസവിച്ച അവസ്ഥയിൽ തിരിച്ചു പോരുന്നതല്ലേ? ഇവിടെ ഇരിക്കുന്ന എല്ലാരും ഗൗരവമായിട്ട് ആലോചിക്കും. ഉമ്മ പെറ്റ അവസ്ഥയില് ഒരു ഹജ്ജ് കർമ്മം ചെയ്തോ തിരിച്ചു പോരുന്നല്ലേ? അല്ലേ? ഒരാള് ശരിക്കുള്ള ഹജ്ജ് ചെയ്താൽ ഉമ്മ പ്രസവിച്ച അവസ്ഥയിലോ തിരിച്ചു വരുന്നു.
ഒരു പോയിന്റാണ്. രണ്ടാമത്തെ, ശരിക്കും നിസ്കരിക്കുന്ന ഒരാള് വെറുക്കപ്പെട്ടതും നികൃഷ്ടവുമായ കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ഖുതുബ കേട്ട ഒരാളോ പോയിന്റാണ്. വെള്ളിയാഴ്ചത്തെ ഖുതുബ കേട്ട ഒരാളെ പറ്റിയ എന്തിനാ അത്? മൊയ്ലിയന്മാരോടാ ഞാൻ ചോദിക്കണത്, ആ മൊയ്ലിയന്മാരെ പിൻപറ്റുന്ന യുവത്വത്തോടെ ചോദിക്കണേ, വെള്ളിയാഴ്ചത്തെ ഖുതുബ എന്തിനാ? അറബിയിൽ ഒരു ഒച്ച കേൾക്കാനോ ആണോ? അറബിയിൽ ഒരു ഒച്ച കേൾക്കാനാണോ? ഞാൻ പറഞ്ഞു ഹജ്ജിനൊരു ലക്ഷ്യമുണ്ട് എന്ന് പറഞ്ഞു, അപ്പൊ ഖുർആൻ വിശദീകരിച്ചു. സക്കാത്തിന് ലക്ഷ്യമുണ്ട് എന്ന് പറഞ്ഞു. ഖുതുബ എന്തിനാ? സാധാരണക്കാരായ ആളുകളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. സക്കാത്ത് മനുഷ്യനെ സാമ്പത്തിക ശുദ്ധീകരണം, ആത്മശുദ്ധീകരണം എന്ന് ഖുർആൻ പറയും. 9-ാം അധ്യായം 103. നോമ്പിനെ പറ്റി പറയുന്നു, ലഅല്ലക്കും തത്തഖൂൻ. ഖുർആൻ വളരെ കൃത്യമായിട്ട് പറയും. 2-ാം അധ്യായം 183-ാമത്തെ വചനം. നിസ്കാരത്തെ പറ്റി പറയുന്നു, എല്ലാ വൃത്തികേടുകളിൽ നിന്നുള്ള മോചനം. ഖുതുബ എന്തിനാ? ഒരൊച്ച കേൾക്കാൻ. അങ്ങനെ ഖുതുബ എന്തിനാ? അറബിയിൽ ഒരു ഒച്ച, ഉസ്താദിന്റെ ഒരു ഒച്ചപ്പാട് കേൾക്കാൻ. അങ്ങനെ ഖുതുബക്ക് ഒരു ലക്ഷ്യം ഇസ്ലാം നിശ്ചയിച്ചിട്ടില്ലേ? ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഖുതുബയെ പറ്റി പറയുന്നത് കേട്ടാൽ ആ കാര്യം മനസ്സിലാവും. നബിയുടെ ഖുതുബ എന്താ? 2 ഖുതുബ ഉണ്ടായിരുന്നു. യഖ്റഉൽ ഖുർആന വയുദക്കിറുൻ നാസ്. യഖ്റഉൽ ഖുർആന വയുദക്കിറുൻ നാസ്. ജനങ്ങളെ, ഇത് വളരെ പ്രധാനമാണ്. ഞാൻ എന്റെ യുവാക്കളോട് സ്നേഹപൂർവ്വം എന്ന വിഷയത്തിൽ പറയാണ്, നിങ്ങൾ ഖുതുബ കേൾക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണം. കാരണം എന്താ അറിയോ? 1000 പ്രസംഗങ്ങളെക്കാൾ എഫക്റ്റീവാണ് ഒരു ഖുതുബ. അത് വളരെ ഗൗരവമായി ഇന്നത്തെ വിഷയത്തിൽ ഞാൻ തുടക്കത്തിൽ തന്നെ പറയാൻ കാരണം എന്താ? യഖ്റഉൽ ഖുർആന വയുദക്കിറുൻ നാസ്. മുഹമ്മദ് നബി, ആ നബിയെ സ്നേഹിക്കാത്തവരാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. നിങ്ങൾ ശരിക്കും ആലോചിക്കണം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബ എന്തായിരുന്നു? ഖുർആൻ ഓതിയിട്ട് ജനങ്ങളെ ഉത്ബുദ്ധരാക്കി. ഖുർആൻ ഓതിയിട്ട് ജനങ്ങൾ ഉത്ബുദ്ധരായി. 500 ഖുതുബകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് നന്നായി. സഹാബികൾ ഖുതുബയിൽ നേരത്തെ വരും. നബിയുടെ ഖുതുബ കേട്ടിട്ട് അവർ കരയും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നരകത്തെ കുറിച്ച് ഖുതുബ പറഞ്ഞു. സഹാബത്ത് നബിയെ പൊട്ടിക്കരഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിയിൽ ജുമാ കഴിഞ്ഞിട്ട് അവരാരും പോയില്ല. ആ നരകത്തെ കുറിച്ചുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവരണം അവരുടെ മനസ്സിന് സ്ട്രൈക്ക് ചെയ്തു. ആ ഖുതുബ അവരെ കരയിപ്പിച്ചു. നമ്മുടെ ഏതെങ്കിലും ഒരു സുന്നി മഹല്ലില് ഒരു നാടൻ മനുഷ്യൻ ഉസ്താദിന്റെ ഖുതുബ കേട്ടിട്ട് കരഞ്ഞിട്ടുണ്ട്? നിങ്ങൾ എന്നെ ചിന്തിച്ചു, ഇവിടെ ഇരിക്കുന്ന കുറച്ച് പ്രായമൊക്കെ ചെന്നൂല് ഒരു മൊയ്ലിയാരെ. എനിക്കൊക്കെ വ്യക്തിപരമായി ഞാൻ പറയണേ, എന്റെ അനുഭവമാണല്ലോ എനിക്ക് പറയാൻ പറ്റും. ഞാൻ തിരുവനന്തപുരത്തൊക്കെ അങ്ങാടിയിലൂടെ പോകുമ്പോ ചില കടകളിൽ നിന്നൊക്കെ ഒരുപാട് നാട്ടിൽ എനിക്കുണ്ടായ അനുഭവമാണ്. ആളുകൾ വന്നിട്ട് കൈ തരും. ഉസ്താദിന് എന്നെ അറിയുന്നു? ഇല്ല മോനെ, അറിയില്ല. ഉസ്താദിന്റെ ഖുതുബ കേട്ടിട്ട് കള്ളൂടി നിർത്തിയ ആളാ ഞാൻ. ഉസ്താദിന്റെ ഖുതുബ കേട്ടിട്ട് പലിശ കംപ്ലീറ്റ് ഒഴിവാക്കി കച്ചവടം തുടങ്ങിയ ആളാ ഞാൻ. ഉസ്താദിന്റെ ഖുതുബ കേട്ടിട്ട് പാൻസ് മുറിച്ച ആളാ ഞാൻ. ഉസ്താദിന്റെ ഖുതുബ കേട്ടിട്ട് ഇന്നൊക്കെ ചെയ്ത ആളാണ് ഞാൻ. ജീവിതത്തിൽ പേരോടിന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവും. ഉസ്താദ് എങ്ങനെ അറബിയിലെ ഖുതുബ കേട്ടിട്ടാണ് ഞാൻ കള്ളൂടി നിർത്തിയത്? ഏറ്റവും ലളിതം, ഹദീസുമായിട്ടൊന്നും ഞാൻ ഇവിടെ ഉദ്ധരിക്കില്ല. നിങ്ങൾ ചോദിക്കും, കാന്തപുര ഉസ്താദ് ഇങ്ങനെ നടന്നു പോകുമ്പോ ഉസ്താദിനെ കൈ കൊടുത്തുകൊണ്ട് ഒരു ചട്ടമ്പി പറയും, ഉസ്താദേ ഞാൻ കള്ളിഷാപ്പിലായിരുന്നു ജീവിതം, നിങ്ങൾ അറബിയിലെ ഖുതുബ കേട്ടിട്ടാ ഞാൻ കള്ളൂടി നിർത്തിയത്. അങ്ങനെ ഒരു സൗഭാഗ്യ ജീവിതത്തിൽ ഒരു മൊയ്ലിയാർക്കുണ്ടോ? മുജാഹിദ് ആകുന്നവരെ ആലോചിക്കണം, നിങ്ങൾ ശരിക്കും ചിന്തിക്കണം. ഇനിയോ വിശുദ്ധ ഖുർആൻ ഈ വിഷയമായി പറയുന്ന ഒരു ഖുർആനിക വചനം ശരിക്കൊന്ന് ആലോചിച്ചേ. യുവാക്കളെ, നിങ്ങളോട് തന്നെ ഞാൻ പറയണേ, നിങ്ങൾ ഖുതുബ മാതൃഭാഷയിൽ, ഇവിടെ ഒരുപാട് സ്ഥലത്ത് മലയാളത്തിൽ നല്ല ഖുതുബകൾ നടക്കുന്ന പള്ളികളുണ്ട്. ആ പള്ളികളിൽ നിങ്ങൾ വരണം, ആ പള്ളികളിൽ നിങ്ങൾ കേൾക്കണം. ഖുതുബ കേട്ടാ കേടില്ല, നന്നാവും. അതിന് ഒരുപാട് തെളിവുകളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി ലിയുബയ്യിന ലഹും ഫയുദില്ലുല്ലാഹു മൻ യശാ. ഖുർആനിലെ 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിം 4-ാമത്തെ വചനം. മനസ്സിരുത്തി അതൊന്ന് കേൾക്കണമെന്ന് ഞാൻ ഇവിടെയുള്ള ചെറുപ്പക്കാരോട്. പുറത്ത് ചിലപ്പോ കേബിൻ ഇട്ടിട്ട് റോഡ് സൈഡിൽ നിന്ന് കേൾക്കുന്നുണ്ടാവും. ആ റോഡ് സൈഡിൽ നിൽക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഈ സദസ്സിലേക്ക് വന്നിരുന്നുള്ളൂ, ഇവിടെ ആരെയും പിടിച്ചു മിണങ്ങൂല, കേട്ട ആരും കേടിരില്ല, നന്നാവല്ലാതെ. നമ്മുടെ പ്രസംഗങ്ങൾ കേട്ടിട്ട് ആരും കേടിരില്ല, അത് ഉറപ്പാ, നന്നാവേ ഉള്ളൂ. ജീവിതത്തിൽ അത് ഉടനീളം നന്നാവേ ഉള്ളൂ, അല്ലാതെ ആരും കേട് വന്നിട്ടില്ല.
മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഖുർആന്റെ വചനം പറയണ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോ. 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിമിലെ 4-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താ? വമാ അർസൽനാ മിർ റസൂലിൻ, ഒരു റസൂലിനെയും നാം അയച്ചിട്ടില്ല ഇല്ലാ ബിലിസാനി ഖൗമിഹി. ആ വാചകം ശരിക്കൊന്ന് ശ്രദ്ധിക്കണം. ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളോടും, ഇവിടെ ഇരുന്ന് കേൾക്കുന്ന ഏത് സംഘടനയിൽപ്പെട്ടവരോടും ഞാൻ പറയുന്നത് എന്താണ്? വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി ലിയുബയ്യിന ലഹും ഫയുദില്ലുല്ലാഹു മൻ യശാഉ വയഹ്ദി മൻ യശാ. ആയത്ത് ശരിക്കും ശ്രദ്ധിച്ചോ. ഒരു പ്രവാചകനെയും ഭൂമുഖത്ത് നാം അയച്ചിട്ടില്ല. എങ്ങനെ ആയിക്കൊണ്ടല്ലാതെ? ആ പ്രവാചകൻ ഏതൊരു സൊസൈറ്റിയിലേക്കാണോ വരുന്നത്, ഉദാഹരണം മലപ്പുറം ജില്ലയിൽ അള്ളാഹു ഒരു നബീനെ നിയോഗിക്കുകയാണെങ്കിൽ മലപ്പുറത്തുകാർ സംസാരിക്കുന്ന ഭാഷ ഏതോ അതിനാണ് അള്ളാഹു പ്രവാചകന്മാരെ അയക്കുക. ഖുർആൻ പറയാൻ സൂറത്ത് ഇബ്രാഹിമിൽ അള്ളാഹ് പറയണത്, ഒരു നബിയെയും ഞാൻ ഒരു ജനതയിലേക്ക് അയച്ചിട്ടില്ല. ആ നബി വേറൊരു ഭാഷയും അനുയായികൾ വേറൊരു ഭാഷയുമായിക്കൊണ്ട് ഞാൻ ഒരിക്കൽ പോലും ഒരു നബിയെയും അയച്ചിട്ടില്ല. എന്നിട്ട് ഖുർആൻ പറയണെന്നറിയോ? എന്തിനാ സമുദായത്തിന്റെ ഭാഷയിൽ അയക്കണത്? അവർക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാൻ. ലളിതമായി ഒന്നുകൂടെ പറയാം. തമിഴ്നാട്ടിലെ അള്ളാഹു ഒരു നബീനെ നിയോഗിക്കുകയാണെങ്കിൽ ആ നബി തമിഴാണ് പറയാ. കർണാടകയിലെ ഒരു നബീനെ അള്ളാഹ് നിയോഗിക്കുകയാണെങ്കിൽ കർണാടക ഭാഷയെ പറയാം. മലയാളത്തില് ഒരു നബീനെ നിയോഗിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പബ്ലിക് പ്രസംഗം ഒക്കെ മലയാളത്തിലെ, ഖുതുബയും മലയാളത്തിലെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഖാദയും ദുൽമജാസിലും മജന്നായിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറബിയിൽ സംസാരിച്ചു. ഓഡിയൻസ് പള്ളിയിലേക്ക് വന്നപ്പോ അവിടെ റസൂലുള്ളാഹി അറബിയിൽ സംസാരിച്ചു. അപ്പൊ മലയാളത്തിൽ ഖുതുബ നടത്താം, ജനങ്ങൾക്ക് തിരിയുന്ന ഭാഷ. ഇനിയിപ്പോ ഒരു പള്ളിയിൽ എല്ലാരും അറബി തിരിയുന്നല്ല, എന്നാ അവിടെ അറബി ആയിക്കോട്ടെ. അപ്പൊ ഭാഷാപരമായ ഇത്തിബാവും കിട്ടും, കർമ്മപരമായ ഇത്തിബാവും കിട്ടും. അല്ല, ഓഡിയൻസ് മലയാളികളാണോ, മലയാളം തിരിയുന്നവരാണോ, അവിടെ മലയാളത്തിൽ ഖുതുബ നടത്തണം എന്ന് ഖുർആൻ തെളിവായി. ഖുർആനിൽ തെളിവായി. കാരണം ഖുർആൻ പറയുന്നത് ജനങ്ങളുടെ ഭാഷയിലല്ലാതെ സംസാരിക്കരുത്. മാത്രമല്ല, ജനങ്ങൾക്ക് തിരിയാത്തൊരു ഭാഷയിൽ ഖുതുബ നടത്തുക. എന്നിട്ട് ആ നാട്ടിലെ ജനം നന്നാകാതെ പോവുക. എന്നിട്ട് ആ ജനം നാളെ മഹ്ശറയിൽ ചെന്നിട്ട് പറയാ, പടച്ചോനെ ഞങ്ങൾക്കൊന്നും തിരിഞ്ഞിട്ടില്ല, പടച്ചോനെ ഞാനോ തിരിയുന്ന ഭാഷയിലിട്ട് പറഞ്ഞിട്ടില്ല. പിന്നെങ്ങനെയാ നാട്ടുകാരെ സൃഷ്ടിക്കുക? ആ നാട്ടുകാരെ പിന്നെ എങ്ങനെ സൃഷ്ടിക്കുക? അല്ലാഹുവേ ഞങ്ങൾക്ക് തിരിയാത്തൊരു ഭാഷയിൽ ഞങ്ങളുടെ നാട്ടിൽ ദേവത്തിറന്നിട്ട് ഞങ്ങൾക്ക് മനസ്സിലായില്ല അല്ലേ? എല്ലാവർക്കും അറിയാം, ഈ രാജ്യത്തെ മലയാളികളായ മുസ്ലിങ്ങൾ, ഈ നാട്ടിൽ ജീവിക്കുന്ന കേരളത്തിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾ, അവർക്ക് നമ്മൾ അറബിയിൽ ഉദ്ധരിച്ച മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ അവർക്ക് പരിഭാഷപ്പെടുത്തി കൊടുക്കുകയാണ്. അതേ അവസ്ഥയാണ് മുസ്ലിമിന്റെ. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന കസീറൻ മിനൽ അഖ്ബാരി, ഈ ആയത്ത് ഓതിയാൽ ബാലചന്ദ്രനും ഇത് വിശദീകരിച്ചു കൊടുക്കണം, സുബൈറിനും ഇത് വിശദീകരിച്ചു കൊടുക്കണം. രണ്ടാക്കും അറബി ഭാഷ അറിയില്ല, ആ രണ്ടാക്കും അത് പരിഭാഷപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ ആ കാര്യം മനസ്സിലാവും. ഇത് നമ്മൾ വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ടതാണ്. പിന്നെന്താ, ആളുകളുടെ ഖുതുബ അറബിയിലേ നടത്താവൂ എന്ന് വാശി പിടിക്കുന്ന ആളുകൾ അവരെന്താ ചെയ്യുന്നത്? പള്ളിയിലെ പിരിവ് മലയാളത്തിൽ. അതിനെ വല്ലാതെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഉസ്താദേ പള്ളിയിൽ വലിയ തട്ടം പിരിച്ച് അറബിയിൽ എന്നെ പിരിവ് പറഞ്ഞാലോ ഒറ്റ പൈസയും കിട്ടൂല, കാരണം ജനങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല. ഉസ്താദ് വേർപ്പ് തുടച്ച ടവൽ ഉണങ്ങാനിട്ടാന്നേ ഒരു വിചാരിക്കുള്ളൂ. അതുകൊണ്ട് പിരിവ് മാത്രം നല്ല മലയാളത്തില്. അതെന്താ? അതുപോലെ പോക്കറ്റ് ഇങ്ങോട്ട് അടിക്കേണ്ടതാ, അതുപോലെക്ക് തിരിഞ്ഞില്ലേ കുഴപ്പ, അത് മലയാളത്തിൽ. ഞാൻ ചോദിക്കണേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിരിവ് മലയാളത്തിലും ഖുതുബ അറബിയിൽ നടത്തിയിരുന്നോ? ഇല്ലല്ലോ, ഇല്ലല്ലോ. നബി അങ്ങാടിയിലും അറബി, നബി ഭാര്യമാരോടും അറബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബയിലും അറബി. ഞാനിവിടെ അറബി ഖുതുബ കേൾക്കുന്നവരോടും നഷ്ടമാണ് നിങ്ങളുടെ ജീവിതം. നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് നഷ്ടമാണ്. ലോകത്ത് നിങ്ങൾക്കറിയോ, ശ്രീകുമാർ എന്ന് പറഞ്ഞ ഒരു അമുസ്ലിം, എനിക്ക് അത്ഭുതം തോന്നുകയാണ്. മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ആത്മഹത്യകളുടെ വേരുകൾ തേടി എന്നൊരു ലേഖന പരമ്പര പ്രസിദ്ധീകരിച്ചു. എന്നിട്ട് അതിൽ അദ്ദേഹം പറഞ്ഞു, ആത്മഹത്യ ഏറ്റവും കുറവ് മുസ്ലിങ്ങളിലാണ്, ആത്മഹത്യ ഏറ്റവും കുറവ് മുസ്ലിങ്ങളിലാണ്. മാത്രമല്ല, മുസ്ലിങ്ങൾക്കിടയിൽ മാതൃഭാഷയിൽ ഖുതുബ നടത്തപ്പെടുന്നത് കൊണ്ട് അവർക്ക് ജീവിതത്തെ കുറിച്ചൊരു ബോധമുണ്ട്. പിന്നെ തൊട്ടടുത്ത് നിൽക്കുന്ന ക്രിസ്ത്യാനികളാണ്. നേരെ മറിച്ച് ഹൈന്ദവരായ ആളുകൾ, അവർക്ക് അങ്ങനെ സംരംഭങ്ങളൊന്നുമില്ല, അതുകൊണ്ട് അവരെ നന്നാകാത്തത്.
മാതൃഭാഷയിലെ ഖുത്ബ നടത്തുന്നോണ്ടാണ് കേരളത്തിലെ ചില ഇടം ന്യായമായും തിന്മകൾ താരതമ്യേന കുറവ് എന്ന് അമുസ്ലിമാണ് വിലയിരുത്തുന്നത്. ഒരു മുസ്ലിം പണ്ഡിതൻ എപ്പോഴും അത് മനസ്സിലായിട്ടില്ല. അതിൽ തർക്കിച്ച് ഇങ്ങനെ കാലം കഴിച്ചു വിട്ടുക. അറബിയിലാണല്ലോ ഖുത്ബ നടത്തേണ്ടത്. അതേ ആള് മുജാഹിദുകളെ ചീത്ത പറയുന്നതോ തറയിൽ നിന്നിട്ട് മലയാളത്തിൽ. അതേ വെള്ളിയാഴ്ച അതും ഇങ്ങനെ മനസ്സിലാക്കണം. അതിനോട് ചേർത്ത് നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഈ നാട്ടിൽ, ഞാൻ ഈ പ്രസംഗിക്കുന്ന നാട്ടിൽ, ഞാൻ ഒരിക്കൽ മുമ്പ് പ്രസംഗിച്ചാണ്, ഈ നാട്ടിലൊരു പള്ളി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സഹോദരങ്ങളെ, ഈ നാട്ടിലുള്ള ജനങ്ങളോടാ ഞാൻ പറയുന്നത്, മുസ്ലിങ്ങളോടാ പറയുന്നത്. ഇത് ഇനി നിങ്ങൾ വേറൊന്നോട് ആലോചിച്ചിട്ടുണ്ടോ? വേറെ ഗൗരവമായ ഒരു കാര്യം, ഖുതുബ അറബിയിലാണ് നടത്തേണ്ടത് എന്ന് മലയാളത്തിലാണ് പ്രസംഗിച്ചു കൊടുക്കുന്നത്. മനസ്സിലായില്ല? ഖുതുബ മലയാളത്തിൽ നടത്താൻ പറ്റില്ല, അറബിയിലാണ് നടത്തേണ്ടതെന്ന് ജനങ്ങളെ പഠിപ്പിക്കുന്നത് എങ്ങനെ? മലയാളത്തിൽ. അതെന്താ? അത് ജനങ്ങളോട് അറബി പറഞ്ഞ അതുപോലേക്ക് തിരിയില്ല. അപ്പൊ അത് മലയാളത്തിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കണേ, ജനങ്ങളെ തടുക്കാൻ ഖുതുബ മലയാളത്തിൽ കേൾക്കരുത് എന്ന് പറയാൻ മലയാളം ഉപയോഗിക്കുക. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് തിരിഞ്ഞോ? കാര്യം മനസ്സിലായോ? ഖുതുബ നടത്തരുത്, ഖുതുബ നടത്തേണ്ടത് അറബിയിലാണ്, മലയാളത്തിലല്ല എന്ന് ജനങ്ങളോട് പറയുന്നത് ഏത് ഭാഷയിലാണ്? മലയാളത്തിലാണ്. കാരണം അങ്ങനെ പറഞ്ഞാലേ അവർക്ക് മനസ്സിലാവും. അപ്പോ പണ്ടൊക്കെ, ഞാനത് വീണ്ടും ആവർത്തിക്കാൻ മറന്നു പോകുന്നുണ്ട്, പണ്ടൊക്കെ ഒരു അന്ധനായ മനുഷ്യൻ കുഴിയിൽ വീഴുമ്പോ ഓനോട് മലയാളത്തിൽ പറയണ്ടേ എന്ന് മൊയ്ലിയാമാര് ചർച്ച ചെയ്ത് പള്ളിയിൽ മിമ്പറിൽ ഖുതുബ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉസ്താദ്. അപ്പൊ ഒരു അന്ധനായ മനുഷ്യൻ പൊട്ടക്കിണറിലേക്ക് വീഴുകയാണ്. അപ്പൊ അവനോട് മലയാളം പറയാ, അതിന് കുഴപ്പമില്ല മൊയ്ലിയാര്. അതിന് മുജാഹിദുകൾ പറഞ്ഞ മറുപടി എന്താ? 70 കൊല്ലം മുമ്പ് പുറപ്പെട്ടൊരു കല്ല് നരകമാകുന്ന കിണറിലെത്തിയത് 70 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അത്ര ആഴമേറിയ നരകത്തിലേക്ക് മനുഷ്യരെ വീഴാൻ നോക്കുമ്പോൾ അവരോട് വേഗത്തിൽ മലയാളത്തിൽ പറയാ നരകണ്ട്. അതായത് നമ്മൾ അവർക്ക് കൊടുത്ത മറുപടി. ജനങ്ങളെ, ഞാൻ ഇവിടുത്തെ യുവാക്കളോട് പറയാണ്, യുവത്വം നന്നാകാനുള്ള ഏറ്റവും വലിയ വഴികളിലൊന്ന് ഖുതുബയാണ്. അതിനൊക്കെ മനസ്സിലാക്കാൻ ഞാൻ ഒന്നുകൂടെ പറയാം. ഡെയിലി വരുന്ന പത്രം, മലയാള ന്യൂസ് പേപ്പറുകൾ, അത് നിങ്ങൾ ശേഖരിച്ചിട്ട് അതിലെ മുസ്ലിങ്ങളുടെ പേര് ഓരോ കുറ്റകൃത്യം, ബലാത്സംഗം ചെയ്തു, അല്ലെങ്കിൽ മോഷണം നടത്തി, അല്ലെങ്കിൽ ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ ഒരുപാട് തിന്മകൾ, ആ തിന്മകൾ ചെയ്യുന്ന മുസ്ലിങ്ങളുടെ പേര് എഴുതിയെടുക്കുക. എന്നിട്ട് ഓല അഡ്രസ് ശേഖരിക്കുക. അതിൽ ഭൂരിപക്ഷ ആളും അറബിയിൽ ഖുതുബ നടത്തുന്ന മഹല്ലുകളിലായിരിക്കും അവരുണ്ടാകുക. ആ തിന്മ ചെയ്യുന്നവർ ഭൂരിപക്ഷവും അറബിയിൽ ഖുതുബ നടത്തുന്ന മഹല്ലിലെ മുസ്ലിം നാമധാരികളായിരിക്കും. ഇതൊക്കെ ഞാൻ പറയുന്നത് പഠിച്ച് ബോധ്യപ്പെട്ട് കൃത്യമായ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ പരിശോധിച്ചോ? നിങ്ങൾ 10 ദിവസം പരിശോധിച്ചു, എന്നെ വിളിച്ചോ 11ാം ദിവസം ബാലുശ്ശേരി നിങ്ങൾ പറഞ്ഞ തെറ്റാണ്, മലയാള ഖുതുബ നടത്തുന്ന മഹല്ലിലെ ഏറ്റവും കൂടുതൽ തിന്മ നിങ്ങൾ തെളിയിച്ചോ? ചട്ടമ്പികളും കൊട്ടേഷൻ പാർട്ടികളും മുസ്ലിങ്ങളിൽ ഏറ്റവും കൂടുതൽ എവിടെയാ? നിങ്ങൾ പരിശോധിച്ചോ? ദർഗയുടെ പരിസരത്താ. ദർഗ നിലക്കുന്ന പരിസരങ്ങളില്ല. ഞാൻ തെളിയിച്ചിരുന്നു. ഏർവാടിയിലാണ് മയക്കുമരുന്ന് ഏറ്റവും കൂടുതൽ വെക്കുന്നത്. ഭീമാ പള്ളിയുടെ പരിസരത്താണ് ഏറ്റവും കൂടുതൽ സെക്സ് കേസറ്റ് വെക്കുന്നത്. എന്തുകൊണ്ട്? അവിടെ ഏറ്റവും വലിയ തിന്മയായ ശിർക്ക് നടക്കുന്നുണ്ട്. പിന്നെ അവിടെ എന്തു ആകാം? അള്ളാഹ്ക്ക് തീരെ ഇഷ്ടമില്ലാത്ത ശിർക്ക് അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ വേറെ എന്തു ആവാം? ഒരു ഭയപ്പാടും അവിടെ ഉണ്ടാവില്ല. ഏറ്റവും കൂടുതൽ പോലീസുകാർക്ക് ഭീഷണിയുള്ള സ്ഥലം ഭീമാ പള്ളി ദർഗന്റെ പരിസരമൊക്കെ. ശരിക്കും ഒരു ഔലിയാന്റെ ദർഗുള്ളടുത്ത് ബർക്കത്തല്ല ഉണ്ടായാലും എല്ലാ ഹറാമും 250 ഹറാമും ഒന്നിച്ച് എല്ലാ ഔലിയ ദർഗയിലും. എന്തേ സുഹൃത്തുക്കളെ അങ്ങനെ? എന്താ സുഹൃത്തുക്കളെ അങ്ങനെ? ആലോചിച്ചോ? നിങ്ങൾ പരിശോധിച്ചോ? നിങ്ങൾ മുനമ്പത്ത് ബീവിയുടെ പരിസരത്ത് പോയി നോക്കിയോ? മയക്കുമരുന്ന് വെക്കുന്നവരെ, കഞ്ചാവ് വെക്കുന്നവരെ കാണാം, പള്ളിന്റെ ഉള്ളിൽ കയറി ദിനേശ് പിടി വലിക്കുന്നവരെ കാണാം. എന്താ അങ്ങനെ? ഓർക്ക് തസ്കിയത്ത് കിട്ടിയിട്ടില്ല, ഓർക്ക് തെർബിയത്ത് കിട്ടിയിട്ടില്ല, ഓർക്ക് മതം അറിഞ്ഞുകൂടാ, ഓര് പഠിച്ചിട്ടില്ല. അതാണ് ഏറ്റവും പ്രധാനം. ഓരെ പഠിപ്പിച്ചിട്ടുമില്ല എന്നത് വളരെ ദുഃഖകരമായ കാര്യമാണ്. ഞാനൊരു സംഭവം പറയാറുണ്ട്, ഞാൻ ഇവിടെയും പറയാറുണ്ട്. ഞാൻ എറണാകുളം വൈറ്റില പള്ളിയിലെ ഖത്തീബായിരുന്ന കാലത്ത് SLC പഠിക്കുന്ന ഒരു പയ്യൻ സമയം തെറ്റി യാദർശികമായി മലയാളത്തിൽ ഖുതുബ നടത്തുന്ന പള്ളിയിൽ വരികയാണ്. അങ്ങനെ അന്നത്തെ ദിവസം വിദ്യാർത്ഥി സമൂഹത്തെ കുറിച്ചായിരുന്നു ഖുതുബ. യാദർശികമാണ്. അവൻ കയറി വന്ന ദിവസം വിദ്യാർത്ഥികൾ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ചൊക്കെയായിരുന്നു ഖുതുബ. ആ ഖുതുബ അവന്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തു. അവൻ AP സുന്നി കുടുംബത്തിലൊരു അംഗമായിരുന്നു. പിന്നെ നിരന്തരമായ അധ്യാപകരുടെ ഒക്കെ കണ്ണു വെട്ടിച്ച്, കുടുംബത്തിനൊക്കെ കണ്ണു വെട്ടിച്ച് അവൻ ആ പള്ളിയിൽ വരാൻ തുടങ്ങി. ഒരു വെള്ളിയാഴ്ച അവനവിടുന്ന് ഖുതുബ കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങി വരുമ്പോ വൈറ്റില അറിയാവുന്നവർക്കറിയാം, ഇപ്പുറത്ത് ഒരു AP സുന്നി പള്ളിയുണ്ട്. ആ പള്ളിയിൽ നിന്ന് ഖുതുബ കഴിഞ്ഞ ഒരു ആചാര്യ ഇങ്ങനെ ഇറങ്ങി വരുമ്പോ ഇവൻ ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നു, ആചാര്യ ഇങ്ങോട്ട്.
നീ എവിടുന്നാടാ? ഞങ്ങളൊക്കെ പള്ളി പിരിഞ്ഞ് ഇവിടുന്ന് വരുമ്പോ നീ എവിടുന്നാ? ഞാൻ സെൽഫി പള്ളിയിലാ വരുന്നത്. ഏടാ ജി വഹാബിയുടെ പള്ളിയിലായി എന്നാണ് ചോദ്യം. ഞാൻ വഹാബിയുടെ പള്ളിയിലായി. എന്താ അങ്ങനെ? അപ്പൊ അവൻ പറഞ്ഞ അതേ, ഞാൻ യാദർശികമായ ആ പള്ളിയിൽ കയറി. അന്നത്തെ ഉസ്താദിന്റെ പ്രസംഗം എനിക്ക് സ്ട്രൈക്ക് ചെയ്തപ്പോ ഞാൻ ആ പള്ളിയിൽ പോകാൻ തുടങ്ങി. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ നല്ല മാറ്റം ഉണ്ടായി. അവിടെ കൃത്യമായി ദീന് പഠിപ്പിക്കും. അപ്പൊ ആചാര്യ ചോദിച്ചു, മോനെ ഇന്ന് എന്തായിരുന്നു വിഷയം? അപ്പൊ ആ കുട്ടി പറഞ്ഞു, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ എന്നുള്ള ആയത്തായിരുന്നു ഇന്നത്തെ ഖുതുബ. ഖുർആനിലെ 3-ാം അധ്യായം 92-ാമത്തെ വചനമാണ്. ആ വചനം ഇറങ്ങിയപ്പോ അബൂദല്ലത്തിൽ അൻസാരി ബൈറുവാഹു തോട്ടം കൊടുത്തു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ഗനീമത്ത് സ്വത്ത് കൊടുത്തു, ഇന്നെന്താ ആളുകളൊക്കെ എന്നതൊക്കെ ചെയ്തു എന്ന് കുട്ടിയുടെ വിശദീകരിച്ചു കൊടുത്തപ്പോ ആചാര്യക്ക് വലിയ കൗതുകമായി. കാരണം എന്താ, ആ ഖുതുബയിലെ കുട്ടി ആയത്തും പഠിച്ചു, അതേത് അധ്യായത്തിൽ നിന്ന് പഠിച്ചു, അത് എത്രാമത്തെ വചനാന്ന് പഠിച്ചു, ആ വചനം ഇറങ്ങിയപ്പോണ്ടായ സമൂഹത്തിലെ മാറ്റം പഠിച്ചു. അത് ഉൾക്കൊണ്ടിട്ടാണ് കുട്ടി ഇങ്ങോട്ട് വരുന്നത്. കുട്ടി തമാശയായിട്ട് ആചാര്യോട് ചോദിച്ചു, ആചാര്യ ഇന്നെന്തായിരുന്നു നിങ്ങളെ പള്ളിയിലെ ഖുതുബ? ഓരോ ഒച്ചപ്പാട്, അറബിയിലെ ഓരോ ഒച്ചപ്പാട്. ഇപ്പൊ അറബ് നാട്ടില് മലയാളികൾ ചെന്നാല് പിന്നെ അറബികൾ പറയും കിറുകിറുവാജി, നിങ്ങൾ വെറുതെ കല്ലിട്ട് കുളിക്കണ മൈനയാണ് ഓലിക്ക് നമ്മളെ ഭാഷ തോന്നുക. നമ്മൾ മലയാളത്തിൽ സംസാരിക്കുമ്പോ ഒരു പാത്രത്തിൽ കല്ലിട്ട് കുളിക്കുക എങ്ങനെ ഉണ്ടാവും, അതുപോലെ ഓർക്ക് എഫക്ട് ചെയ്യാം. അതുപോലെ മൊയിലിയാരെ ഒച്ച, ആ കുത്തിരിക്കുന്ന മൗമുണ്ടല്ലോ, ഓന് ഒച്ചയായിട്ടേ തോന്നും. വടകര എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കുറെ വർഷങ്ങൾക്ക് മുമ്പാ, ഇപ്പൊ ആ ബോർഡുണ്ടോന്ന് എനിക്കറിയില്ല, ഖുതുബ നടക്കുമ്പോൾ വീടി വലിക്കുകയോ സിനിമാ കഥ പറയുകയോ ചെയ്യരുത് ബോർഡ് എഴുതി വെച്ചതാണ്. വടകര ആ പഴയ സ്റ്റാൻഡിന്റെ അടുത്തൊരു പാണ്ഡ്യാലുണ്ട്. ആ പാണ്ഡ്യാലുടെ അടുത്ത് എഴുതി വെച്ച് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഖുതുബ നടക്കുമ്പോ വീടി വലിക്കുകയോ സംസാരിക്കുകയോ ചെയ്യരുത്. അപ്പൊ എന്താ, ഖുതുബ ജനങ്ങൾക്ക് തിരിയുന്നില്ല. അവിടെ ഓന് വീടി വലിക്കുന്നു, സിനിമാ കഥ പറയുന്നു, ഓൻ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഓനൊന്നും മനസ്സിലാവണില്ല. നിങ്ങൾ എന്നെ ചിന്തിച്ചോ, 5 കൊല്ലം അറബി പള്ളിയിലെ ഖുതുബ. നമ്മൾ പറഞ്ഞു സാധാരണ മലയാള പള്ളിയിൽ ഇന്നാളെ ഖുതുബുള്ള പള്ളിയിൽ പോയാൽ നമുക്ക് കുറെ വിഷയങ്ങൾ കിട്ടും എന്നൊക്കെ പറഞ്ഞു. സമസ്തക്കാരെ സംബന്ധിച്ചിടത്തോളം ഏത് പള്ളിയിൽ പോയാലും എന്താ, ഓരോ ഒച്ച, വേറെന്താ, വേറെന്താ ആലോചിക്കും. വെള്ളിയാഴ്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 500 ഖുതുബ നടത്തി. ആ 500 ഖുതുബയിലൂടെ നബിയുടെ കോപം ഉയർന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കോപം ഉയർന്നു, നബിയുടെ ശബ്ദമുയർന്നു, നബിയുടെ കണ്ണുകൾ ചുവന്നു തുടുത്തു. സാന്ദർഭികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ നടത്തി. ഇതായിരുന്നു റസൂലുള്ളാഹിന്റെ ഖുതുബ. അതായത് ഉഖാദയിലും ദുൽമജാസിലും അജന്നായിലും ഒക്കെ അല്ലാഹുവിന്റെ റസൂല് പ്രസംഗിക്കും. ആ പ്രസംഗം കേട്ട ആളുകൾ മാറും. അവർക്ക് ദാറുൽ അർഖമിൽ തർബിയത്തും തസ്കിയത്തും നൽകും. മദീനയിൽ വന്നപ്പോൾ മസ്ജിദുൻ നബവിയായി. അവിടെ 500 ഖുതുബ ചെയ്തു. ആ നാട് മുഴുവനും മാറി. പലതും അവർ ഖുതുബയിലൂടെ പഠിച്ചു, മനസ്സിലാക്കി. അതിനനുസരിച്ച് ആ സമൂഹം സംസ്കാരമുള്ളവരായി. സ്നേഹപൂർവം ഞാൻ എന്റെ യുവാക്കളോട് പറയാണ്, നിങ്ങൾ ഖുതുബയുടെ കാര്യത്തിൽ ഗൗരവമായി വാശില്ലാതെ നിങ്ങൾ ചിന്തിക്കണം. ഇവിടെ തോട്ടശ്ശേരിയറ, കൊണ്ടോട്ടിയിലെ പരിസര പ്രദേശം ഇൻഷാ അല്ലാഹ് ജാമിഅയിൽ എന്തിലൊക്കെ പുതിയ പള്ളികൾ വരുന്നു. അവിടെ ഒക്കെ നിങ്ങൾ വരണം. ആ പള്ളികളിൽ നിങ്ങൾ കേൾക്കണം. ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും. അപ്പൊ ഞാന് തിരുവനന്തപുരത്തെ പള്ളിയിലെ ഖുതുബ നടത്തി കഴിഞ്ഞിട്ട് ഒരാള് വന്നിട്ട് എന്നോട് പറയാണ്, കരഞ്ഞുകൊണ്ട് പറയാണ്, ഉസ്താദേ അന്ന് മദ്യത്തെ കുറിച്ചായിരുന്നു ഖുതുബ. അപ്പൊ ആ ഖുതുബ കഴിഞ്ഞിട്ട് അയാൾ എന്നോട് പറയാണ്, ഉസ്താദേ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങളോട് സ്വകാര്യമായിട്ട് സംസാരിക്കാണ്ട്. എന്നിട്ട് പറഞ്ഞു, ഞാൻ കഴിഞ്ഞ 3-4 മാസമായിട്ട് നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളും പ്രസംഗങ്ങളും ഒക്കെ കേൾക്കുകയാണ്. ഒരുപാട് കാര്യത്തിൽ എനിക്ക് മാറ്റം ഉണ്ടായി. പക്ഷെ ഞാൻ ഫുൾ ടൈം മദ്യപിക്കും. ഉസ്താദേ ഇന്ന് പോലും ഞാൻ മദ്യപിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഇനി എനിക്കൊരു മോചനം വേണം. ഇന്നത്തെ ഖുതുബ കേട്ടിട്ട് എനിക്ക് സഹിക്കാൻ വയ്യ. അതുകൊണ്ട് ഉസ്താദ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അയാൾ പറയണേ. ഒരു ഖുതുബ കേട്ടിട്ട് അയാൾ പൊട്ടിക്കരയാണ്. അയാളുടെ തിന്മ ഏറ്റുപറയാണ്. അയാൾ പശ്ചാത്തപിച്ച് മടങ്ങാൻ ശ്രമിക്കുകയാണ്. അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയാണ്. ഏതെങ്കിലും ഒരു അറബി പള്ളിയില് അറബി ഖതീബിന്റെ ഖുതുബ കേട്ടിട്ട് ഒരു മലയാളി ഉസ്താദിന്റെ റൂമിൽ വന്ന് കരഞ്ഞിട്ടുണ്ടോ? ഉമ്മയിപ്പയും തമ്മിലുള്ള, അല്ലെങ്കിൽ ഉമ്മാനോട് ഉപ്പാനോട് ഒരു മകന്റെ സ്നേഹബന്ധം എന്നതാണെന്ന് ഉസ്താദെ ഇന്നത്തെ ഖുതുബയിൽ എനിക്ക് ശരിക്കും ഹൃദയത്തിൽ തട്ടി. അതുകൊണ്ട് ഞാൻ എന്റെ ഉപ്പാനോടും ഉമ്മാനോടും മോശമായി പെരുമാറിയിട്ടുണ്ട്, എനിക്ക് നന്നാവണം, ഉസ്താദ് പ്രാർത്ഥിക്കണം എന്ന് ജീവിതത്തിൽ ഒരു AP സുന്നി ഉസ്താദിനോട് അനുഭവം. ഒരാളെ സ്റ്റേജ് കൊണ്ടുവന്നത് ഞാൻ മീശയും തടി പഠിച്ച മണ്ണുകൂടാണ്. ഒരൊറ്റ മനുഷ്യനെ, ഒരു മനുഷ്യനെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ട് ഇസ്ലാമാണ് മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞ് നടക്കുക. ആലോചിച്ച് നോക്കണം.
നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഈ ഉമ്മത്തിനെ നശിപ്പിച്ചതിൽ ഈ ഉമ്മത്തെന്ന് അനുഭവിക്കുന്ന സകല തിന്മയുടെയും കാരണം പുരോഹിതന്മാരാണ് എന്ന് വിലയിരുത്തുവാനാണ് ഞാൻ. എനിക്കതിൽ ഒരു സന്ദേഹവുമില്ല. അവര് നന്നായിരുന്നെങ്കിൽ ഈ ഉമ്മത്ത് നന്നായനെ അല്ലേ? ഈ ഉമ്മത്ത് അവര് ശരിക്കുള്ള ദൗത്യം നിർവഹിച്ചിരുന്നുവെങ്കിൽ ഈ ഉമ്മത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ് കിട്ടി, കുത്ത് കിട്ടി, ബഹിഷ്കരണങ്ങൾ ഏറ്റുവാങ്ങി, നാട് വിട്ടുപോയി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജനതയുടെ വിമോചനത്തിന് വേണ്ടി കാത്തിരുന്നു. യുവാക്കളെ, എങ്ങനെ അറബ് ജനത മാറി? ഇങ്ങനെ അറബ് ജനത മാറി. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യസ്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലി ലഫീ ളലാലിൻ മുബീൻ ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ. സൂറത്ത് ആൽ ഇംറാൻ 164-ാമത്തെ വചനം, സൂറത്ത് ജുമയിലെ 2-ാമത്തെ വചനം, സൂറത്ത് ബഖറയിലെ 151-ാമത്തെ വചനം, സൂറത്ത് ബഖറയിലെ 129-ാമത്തെ വചനം. ആ വചനത്തിലൊക്കെ അല്ലാഹു പറയണെന്നറിയോ? യത്ലു അലൈഹിം ആയാതിഹി, അവരുടെ മേൽ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തത്തെ ഓതിക്കേൾപ്പിച്ചു, പടച്ചവന്റെ ദൃഷ്ടാന്തത്തെ ഓതിക്കേൾപ്പിച്ചു. പിന്നെയോ വയുസക്കീഹിം, അവരെ ശുദ്ധീകരിച്ചു. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, ഖുർആനും സുന്നത്തും അവരെ ഓതിക്കേൾപ്പിച്ചു. ഇത് വളരെ പ്രധാനമാണ്. ഖുർആനും സുന്നത്തും അവരെ ശരിക്ക് പഠിപ്പിച്ചപ്പോ അവർ സംസ്കാര സമ്പന്നരായി. നമ്മളോ, നമ്മുടെ നാടോ? ഇപ്പോഴും നമ്മുടെ നാട് എവിടെയാ? കപ്പപ്പാട്ടിലും കുപ്പിപ്പാട്ടിലും 313 വകയിലും 415 വകയിലും 630 വകയിലും അല്ലേ? അല്ലേ? ഇത് വകയിലിന്റെ ഒരു ആംഗലയാന്ന് പറയുന്ന പോലെ അല്ലേ? 313 വക, 413 വക. ആരുണ്ടാക്കിയ ഈ വക? ഈ വക ആരുണ്ടാക്കിയതാ? ആലോചിച്ചു നിങ്ങൾ. വദുഖുർന മാ യുത്ലാ ഫീ ബുയൂതികുന്ന മിൻ